ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു വീട് വയ്ക്കാൻ പോവുകയാണ്. നമ്മളൊരു ബേസ് പണിയണം. അതുകൊണ്ട് ഈ ചെറിയ ബേസ് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ മലമണ്ടയിൽ ഒരു വീട് പണിയാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അയൺ ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണും. നമ്മളുകൊണ്ട് ആ മലേൻ്റെ മണ്ടയ്ക്കാണ് പണിഞ്ഞ് വെക്കാൻ പോകുന്നത്. മണ്ടയ്ക്കല്ല, അതുകൊണ്ട് ഈ സൈഡിലായിട്ട് കേട്ടോ. അവിടെ ലൈറ്റ് കണ്ടോ, അവിടെയാണ് നമ്മൾ പണിഞ്ഞ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് മൈനിങ്ങിന് പോയി. പക്ഷേ നമുക്ക് ഡയമണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ് സ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ബക്കറ്റ് വെള്ളം കയ്യിൽ വയ്ക്കാം, നമുക്ക് ആവശ്യം വരും. ഒരു ബക്കറ്റ് വെള്ളം നമുക്ക് എന്തായാലും എപ്പോഴും ആവശ്യം വരും. ഈ വെള്ളം തോണ്ട് ഇങ്ങനെ നമുക്ക് ഷെയ്ഡർ ഇട്ടുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഞാൻ മിക്കവാറും ഷെയ്ഡർ പോകും. ഞാൻ ജസ്റ്റ് വീഡിയോ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ എടുത്തിട്ടതാണ്. ഷെയ്ഡർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരുന്നതുകൊണ്ട് ഷെയ്ഡർ ഇല്ലാതെ കളിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഷെയ്ഡർ ഇട്ടിട്ട് കളിക്കണോ അതോ ഇടാതെ കളിക്കണമെന്ന് നിങ്ങളൊന്ന് പറയും കേട്ടോ. എനിക്ക് ഷെയ്ഡർ ഇടാതെ തന്നെയാണ് ഒന്നുകൂടിയും ബെറ്ററായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്ര ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 12 ഡയമണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ മൈനിങ്ങിന് പോയപ്പോൾ നമുക്കൊരു 12 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മളൊരു പോർട്ടൽ കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയി നോക്കിയില്ല. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കുറച്ച് ക്യാരറ്റ് ഇവിടെ കിടക്കണേ. നമുക്കിതൊക്കെ പൊട്ടിച്ച് വയ്ക്കാം. ഇതൊക്കെ പൊട്ടിച്ചതുകൊണ്ട് ഇവിടെ നട്ട് വയ്ക്കാം. ഇതൊക്കെ വളർന്നോട്ടെ. അതുകൊണ്ട് ഇവിടെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ 6 ക്യാരറ്റ് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആ പൊട്ടാറ്റോ പറഞ്ഞു പോന്ന് അത് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്ന് ഓടി നോക്കിയിട്ട് ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് കിടക്കണ്ടില്ല, നമുക്ക് പൊട്ടിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തായാലും പിക്കാക്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇനി നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അത് പൊട്ടിക്കണം എന്നുണ്ട്. ഡയമണ്ട് പിക്കാക്സ് വേണം. ഓക്കെ, അതുകൊണ്ട് പ്രത്യേകിച്ചിപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റംസ് ആയിട്ടൊന്നും ഇല്ല. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലൊക്കെ ഇതിൽ തന്നെ നിന്നോട്ടെ. ഗോൾഡും കാര്യങ്ങളും എല്ലാം നമുക്ക് അത് തന്നെ വെക്കാം. ഗോൾഡും ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും പോയിട്ട് നമ്മുടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എങ്ങനെ പണിയണം എന്നൊരു ഐഡിയ ഒന്നും ഇല്ല. സ്വന്തം ഡിസൈനിനെ എന്നൊക്കെ പറഞ്ഞു തന്നെ ഉള്ളൂ. ഞാൻ കുറേ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ പണിയണം എന്നൊക്കെ ജസ്റ്റ് നോക്കി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് വർക്കായില്ല. ഒന്നും വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വർക്കായില്ല. അപ്പോൾ ഞാൻ തന്നെ സ്വന്തം ഡിസൈനിൽ അങ്ങനെ പണിയാമെന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടേക്ക് പോയി കൊണ്ട് വെക്കട്ടെ. എന്നിട്ട് ഞാൻ എന്തായാലും ഒരു ബിൽഡ് പണിയാണ്. നിങ്ങളെന്തായാലും ഇതിൻ്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ടോ. എന്താവും എന്നൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ടൈം ലാപ്സ് എന്തായാലും ഞാൻ ഇടാൻ ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ ബിൽഡ് തുടങ്ങിയിട്ട് അത്യാവശ്യം കുറേ നേരമായി. ഞാൻ ഇതുവരെ ഉള്ളത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് ഞാൻ കുറേ പൊട്ടിച്ച് കളഞ്ഞ്. അതുകൊണ്ട് പിന്നെയും വെച്ച് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. ഇത് എന്തൊക്കെ കാണിക്കണമെന്ന്. ഞാൻ എന്തൊക്കെയോ കാണിക്കേണ്ടി ഫ്രണ്ടൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ എവിടേക്കോ കണ്ടൊരു റെഫറൻസ് വെച്ച് ചുമ്മാ കയറി ഉണ്ടാക്കുകയാണ് ഇതൊക്കെ. ചുമ്മാ കുറച്ച് ബ്ലോക്ക് വെച്ച് നോക്കും, രസം ഉണ്ടോ നോക്കും, അവിടെ വയ്ക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ ബ്ലോക്ക് ഞാൻ കുറേ സ്റ്റെയറൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. എന്തിനാണാവോ, നമുക്ക് റൂഫ് പണിയുമ്പോൾ സെറ്റാക്കാമെന്നും പറഞ്ഞു. റൂഫ് ഒരു വട്ടം വെച്ച് നോക്കി, പക്ഷെ പാളിപ്പോയി. അതുകൊണ്ട് ഞാൻ പൊളിച്ചെടുത്തു. ഇപ്പോൾ അതുകൊണ്ട് റൂഫ് നമുക്കൊരു മോഡേൺ ടൈപ്പ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഭയങ്കര എന്തൊക്കെയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ശരിയാവും തോന്നുന്നില്ല. നമുക്കിത് പൊട്ടിച്ചെടുക്കാം. ഇത് ഭയങ്കര ഓവറായി പോയി പറഞ്ഞാൽ ഭയങ്കര ഓവറായി പോയി. നമുക്കിത് എങ്ങനെ കിട്ടുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ തൽക്കാലത്തിന് റീപ്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടതാണ്. അത് ചുമ്മാ അവിടെ കിടന്ന് റെക്കോർഡ് ചെയ്തതൊക്കെ പാട്ടിരുന്ന് എഡിറ്റ് ചെയ്യാൻ എനിക്ക് എന്തായാലും കഴിയില്ല. കാരണം അത്രയും നേരം ഞാനിത് ബിൽഡ് ചെയ്തതുകൊണ്ട് ഇതുവരെ ഓക്കെ. ഇനി അങ്ങോട്ട് ആ റൂഫ് വയ്ക്കുന്നതാണ് കോമഡി ആയിപ്പോയത്. റൂഫ് വെച്ചാൽ റൂഫ് പൊട്ടിച്ചു. ഇനി ഒന്നും കൂടി വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ. ഒരു ഐഡിയ ഇല്ല എന്താവും, നമുക്ക് നോക്കാതാ. ഇവിടെ ഞാൻ എന്തെങ്കിലും ബ്ലോക്കൊക്കെ വെച്ചിട്ട് ഈ ബ്ലോക്കൊക്കെ പൊട്ടിക്കട്ടെ, മറന്നതാണ്. ഇതെന്താവും? അയ്യോ, ഇതിപ്പോൾ എങ്ങനെ ഞാനൊരു ഇത് വയ്ക്കുക? സത്യം പറഞ്ഞൊരു ഐഡിയ ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് പോയാലോ? എന്നിട്ട് ഞാൻ പണ്ട് നമ്മുടെ ലെറ്റ്സ് പ്ലേ എസ്എംബിയിൽ വെച്ച പോലെ അതൊന്നും നോക്കായിരുന്നില്ലേ? അങ്ങനെ ഒന്ന് നോക്കാം. അങ്ങനെ സെറ്റാക്കിയാൽ കുഴപ്പമില്ലായിരുന്നു. ആ ബിൽഡ് അത്യാവശ്യം നല്ല ബിൽഡായിരുന്നു. അത് എൻ്റെ സ്വന്തം ഡിസൈൻ ആയിരുന്നു കേട്ടോ. അത് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ വീഡിയോ ഇതിലുണ്ടോ? ഏതൊക്കെയോ വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ബിൽഡ് പണിഞ്ഞത് അതാണ്. ആദ്യമായിട്ട് സ്വന്തം ഡിസൈനിൽ പണിയുന്ന ബിൽഡ് ഇത് പാളിപ്പോയി. ഓക്കെ, നമുക്ക് അതേപോലെ ആക്കാൻ പറ്റുമെങ്കിൽ നൈസായിരിക്കും. ആ ഒരു ബിൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്.
ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയല്ലത്. ഓക്കെ, ഇതിപ്പോൾ സെൻറ്റർ എത്തി തോന്നണില്ലേ? ഇതെങ്ങനെയുണ്ടാവും? അപ്പോൾ നമ്മൾ ഇനിയും ഒരു ലെയറും കൂടി പൊക്കേണ്ടി വരും. നമുക്കൊരു കാര്യം കാണിക്കാം. ഞാൻ വേറൊരു സാധനം കണ്ടിട്ടുണ്ട്, ഈ ഒരു റൂഫ് ഡിസൈൻ ചെയ്യുന്നത്. എന്താ, സ്റ്റെയർ വെച്ചിട്ട് സ്റ്റെയറിന് പകരം രണ്ട് ബ്ലോക്ക് വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ വണ്ടിക്ക് സ്റ്റെയർ വയ്ക്കുന്ന ഒരു പരിപാടിയില്ലേ, 2 ബ്ലോക്ക് വെക്കണം. നമുക്കൊരു ബ്ലോക്ക് വെച്ചിട്ട് നോക്കാം. ഇനി അതുകൊണ്ട് ഇതിങ്ങനെ കമത്തി വെച്ചിട്ട് സ്റ്റെയർ വെച്ചാലോ, ഇതെങ്ങനെ ഉണ്ടാവും? ബോറായോ അതോ എനിക്ക് തോന്നണതാണോ എന്നറിയില്ല. ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം നമുക്ക്. എന്താ, ഇവിടെയും കൂടി വെച്ചിട്ടേ നമുക്ക് ഫുള്ളാക്കിയിട്ട് നോക്കുന്നതായിരിക്കില്ല നല്ലത്. നമുക്കൊരു ബ്ലോക്കും കൂടിയും വെച്ച് ഇത് വെച്ചാലോ, കുഴപ്പമുണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തും കൂടി വെച്ചോക്കല്ലോ. ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാം. അതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സംഭവം കുഴപ്പമില്ലല്ലേ? സംഭവം വലിയ കുഴപ്പമില്ല. നമുക്കിനി ആ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടൊന്ന് എന്തെങ്കിലും ചെയ്താൽ മതി. ഇവിടെ മാത്രം കുറച്ച് ബോറായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്കത് നോക്കാം. നമുക്ക് ഇവിടെ ഈ ബ്ലോക്ക് വെച്ച് ഇത് ഫില്ല് ചെയ്ത് നോക്കാം, എന്താവും എന്നാൽ പറയാമല്ലോ. ബ്ലോക്ക് കഴിഞ്ഞാൽ ഇല്ല, ഇത് 2 സ്റ്റാക്ക് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ കറക്റ്റ് 2 സ്റ്റാക്ക് എങ്ങാണ്ടാണ് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ വൃത്തിയായി. ഇപ്പോൾ കുറച്ചുകൂടി വൃത്തിയായില്ല ആ ഒരു ഏരിയ. ഈ താഴത്തോട്ട് കോബിൾ സ്റ്റോണുമായിട്ട് ഇത് വെക്കണം. ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നൈസായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അതുകൊണ്ട് ഇനി ഇവിടെ നമുക്ക് ഇതുകൊണ്ട് ഇത് ഇവിടെ ബാക്കിലും കൂടി നമുക്ക് സെറ്റാക്കണമല്ലേ. ഞാൻ ഏതായാലും അതും കൂടി സെറ്റാക്കട്ടെ. ഈ ഒരു ഭാഗത്തും കൂടി അതേപോലെ നമുക്ക് സെറ്റാക്കണ്ടേ. ഇത് ഫസ്റ്റ് ഇത് വെക്കാം. അതാകുമ്പോൾ പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം ഐഡിയ ഇല്ല. ഇതൊരു ഓർഡറിലാണ്, മറ്റേത് കറക്റ്റ് ഓർഡറിലല്ല വരുന്നത്. അപ്പോൾ ചിലപ്പോൾ പാളിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കിയിട്ട് വെക്കാം. അതുകൊണ്ട് ഇത് ഇവിടെ പാളി, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഞാൻ ഏതായാലും പിന്നെയും പാളി. ഞാൻ ഇതൊന്ന് ഫുള്ളാക്കട്ടെ കേട്ടോ. ഏതായാലും ഇതിൻ്റെ ടൈം ലാപ്സ് ഒന്നും ഞാൻ ഇടാൻ നിൽക്കണില്ല. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈം ലാപ്സും കൂടി ഇട്ടിട്ട് ലാഗാക്കണില്ല. ഓക്കെ, 2 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഞാനത് പകുതി വെച്ച് നിർത്തിപ്പോയതായിരുന്നു കേട്ടോ. റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ബിൽഡിൻ്റെ റൂഫൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പോയതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടി നേരെ ഇരുന്നിട്ട് അതിൽ ബാക്കിയുണ്ടായിരുന്ന പണിയും കൂടി എടുത്തു. ഇനി നമുക്ക് ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ഈ ലെറ്റ്സ് പ്ലേ വേൾഡിലെ നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇങ്ങനെ കാണുമ്പോൾ. അതിൻ്റെ ഒരു റൂഫും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് പൊളിച്ച് ഇത് ഫ്രണ്ടാക്കിയാലോ എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ട് ഈ ഒരു സൈഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മറ്റേ സാധനം വയ്ക്കാൻ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഈ ഒരു ഏരിയ നോക്കുമ്പോൾ ഇത് ഫ്രണ്ട് ഓക്കെ ആണ്. പക്ഷെ നമുക്ക് അതിൻ്റെ സൈഡ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മുകളിൽ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സൈഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര രസമുണ്ട് ഇപ്പോൾ കാണാൻ. പക്ഷെ എടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ഏരിയ എനിക്ക് അത്രങ്ങായിട്ട് സുഖം കിട്ടണില്ല. ഷെയ്ഡ് ഇട്ടത് കൊണ്ടാണ് വലിയ ബോറ് തോന്നിക്കാത്തത്. പക്ഷേ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ആയി കൊടുക്കായിരുന്നു. എൻ്റെ ബാക്കിലൊന്നും ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ഏരിയ നമുക്ക് എൻട്രൻസ് ആയി കൊടുക്കായിരുന്നു. ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചതാണെന്നുണ്ട്. ഈ ഐറ്റംസ് മൊത്തം നമ്മുടെ കയ്യിലാണ്. ഞാൻ അതുകൊണ്ട് ഇനി ഈ ഒരു ഏരിയയിൽ മറ്റേ പുക പോണ സാധനം സെറ്റാക്കണം. ഇവിടെ ഭയങ്കര ഇതായി കിടക്കണ്ടില്ലേ. നമുക്കതുകൊണ്ട് ഇവിടെ ഇങ്ങനെ 2 സ്റ്റെയർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൈപ്പ് ലൈൻ പോലെ ആയില്ലേ. അതൊരു സുഖം കിട്ടണില്ലല്ലേ. നമുക്കത് മാറ്റിയിട്ട് വേറെ സാധനം വയ്ക്കാം. അതുകൊണ്ട് ബ്ലോക്ക് ഇതിൻ്റെ ബ്ലോക്ക് എടുത്ത് വെച്ചാലോ, അത് കിട്ടണില്ല. എവിടെ അതിൻ്റെ ഡീപ്പ് സ്ലൈറ്റിൻ്റെ ബ്ലോക്ക് ഉണ്ടാവുമല്ലോ, ഡീപ്പ് സ്ലൈറ്റ് ബ്രിക്സ്, അതിൻ്റെ ബ്ലോക്ക് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ 2 സ്റ്റെയറും കൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വിഷയമല്ല. ഇപ്പോൾ കുറച്ചും കൂടി വിശ്വസനീയമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. നമുക്ക് എന്ത് വേണേലും വെക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ മോളിൽ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.
മുകളിലാണ് അത്യാവശ്യം അടിപൊളി സ്പേസ് ഉള്ളത്. അതുകൊണ്ട് ഈ സൈഡിൽ നമുക്ക് മറ്റേ പുക പോണ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, ആ സാധനം വെക്കണം. പണ്ടുള്ള കുറേ മൂവീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. 2 ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് വെച്ചാൽ മതി, അത് അങ്ങനെ സെറ്റ് ആയിക്കോളും. പിന്നെ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ബെഡ് വെക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ആ കാണുന്നതാണ് കിഴക്ക്. കണ്ടോ, സൂര്യൻ കുറച്ച് സൈഡിലോട്ടാണ്, അത് കുഴപ്പമില്ല. ചില ടൈമിന് സൂര്യൻ അങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ബെഡ് വയ്ക്കാം. ഇവിടെയല്ല, സോറി, കുറച്ചൊന്ന് ബാക്കിലോട്ട് വലിച്ച് ഇവിടെ വയ്ക്കാം. നമുക്ക് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് ഓരോ സാധനങ്ങൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മൈൻഡിലുള്ളത്. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി വൃത്തിയായില്ലേ. നമുക്ക് ഒരു സ്റ്റെയറും ഇതൊക്കെ വെച്ച് ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ സെറ്റായി. ഇനി നമുക്കിതുകൊണ്ട് ഇവിടെയും കൂടി ഒന്ന് ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അത് നമുക്കിനി ഇവിടെയൊക്കെ എന്തെങ്കിലും വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തൽക്കാലം കൊണ്ട് ഇവിടെ കിടക്കുന്ന കുറച്ച് ബ്ലോക്ക് മാത്രം മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ കൊണ്ടൊരു ടോർച്ച് ഇവിടെ നിന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമുക്ക് കൊണ്ട് ഇവിടെ ടോർച്ച് അല്ലെങ്കിൽ നമുക്ക് ടോർച്ച് വെക്കണ്ടല്ലോ, നമുക്കൊരു അയൺ ഫാം ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് അയൺ മറ്റേ നെഗറ്റാക്കി കൊണ്ടുവന്നിട്ട് ലാൻഡേൺ തൂക്കിയിടാം. അതുകൊണ്ട് ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി മെനയുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫുള്ള് കാണാൻ കുറച്ച് മെനയുള്ള രീതിയിൽ ഓരോ ബിൽഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഡ്രാഗനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് ഞാൻ 2-3 ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ബിൽഡാണ് ചെയ്യേണ്ടത് എനിക്ക് ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ അതേപോലെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു കിടിലൻ സാധനമായിട്ട് വരാം.